ആരും നശിക്കണം, ഇല്ലാതെയാവണം, അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കണം, എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ സന്തോഷിച്ച് ജീവിക്കണം, അങ്ങനെയൊന്നും ഒരു വിശ്വാസിയും ചിന്തിക്കുക പോലും ചെയ്യുക പാടില്ല. അവരെ നീ ഇവിടെ സന്തോഷിപ്പിച്ച പോലെ നാളെ പരലോകത്ത് സന്തോഷിപ്പിക്കണമേ. അല്ലാഹുമ്മ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയ ഫഫർരിഹ്ഹും ഫിൽ ആഖിറ. നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ ചില വാർത്തകളും ചില ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴേ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിച്ചു കൂട്ടും. ചിലത് വലിയ ഗൗരവമുള്ളതായിരിക്കും, ചിലത് നമ്മളെ വേദനിപ്പിക്കുന്നതാണ്, സഹിക്കാൻ പറ്റാത്തത് കാണും. അപ്പോഴൊക്കെ ആ മക്കൾക്ക് റബ്ബേ നീ ഹിദായത്ത് കൊടുക്കണേ, അവരെ നീ നല്ലവരാക്കി മാറ്റി സ്വാലിഹീങ്ങളാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഏതൊരു ഉമ്മയ്ക്കും ഒരു ഉപ്പക്കും അവരുടെ മക്കൾ വിലപ്പെട്ടവരാണ്. നാട്ടുകാരെ മക്കളാവുമ്പോൾ നമ്മൾ പലതും പറയും. അവനവൻ്റെ സ്വന്തം മക്കൾക്ക് വല്ലതും വന്നാൽ അപ്പോഴാണ് നമുക്ക് വിഷയത്തിൻ്റെ ഗൗരവം ശരിക്കും ബോധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓക്കെ മരിച്ച വീട്ടിലൊക്കെ നമ്മൾ പോവും, കുറച്ച് പോയിട്ട് ഇപ്പുറം വന്ന് ചിരിക്കുക ചെയ്യും. നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിച്ചാൽ ആ വേദനയായിരിക്കണം മറ്റൊരാളിൻ്റെ വീട്ടിൽ നടക്കുന്ന വേദനയ്ക്ക് നമ്മൾ കാണേണ്ടത്. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. കൽ ജസദിൽ വാഹിദ്, നമ്മളൊക്കെ ഒരു ശരീരം പോലെയാണ്. നിങ്ങൾ, ഞാൻ, അവന്, അവര് എന്നില്ല. നമ്മുടെ ദേഹത്തൊരു മുറിവുണ്ടെങ്കിൽ അത് നമ്മുടെ ദേഹത്തിൻ്റെ വേദനയാണ് എന്നതുപോലെ നമ്മുടെ ശരീരത്തിനൊരു വിഷമം വരുമ്പോൾ അത് മാറണം, മരുന്ന് വെക്കണം, ഡോക്ടറെ കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സമൂഹത്തിൻ്റെ മുറിവുകൾ ഉണ്ടാകുമ്പോൾ ആ മുറിവുകൾ ഭേദമാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. കൈന് കൈയങ്ങ് മുറിഞ്ഞു പോകണമെന്നല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുക, നന്നാവണമെന്നല്ലേ ആഗ്രഹിക്കുക, അല്ലേ? എന്നതുപോലെ മക്കൾ കേടുവരെ വഴിതെറ്റിപ്പോവുകയെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുകയൊക്കെ ചെയ്താൽ അവർ നന്നായി വരണം എന്ന് അവരെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കണം, പ്രതീക്ഷകൾ നൽകണം. ശുദ്ധ റമളാൻ അങ്ങനെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സമയമാണ്. റമളാൻ നമുക്ക് പ്രതീക്ഷയുടെ, റഹ്മത്തിൻ്റെ, അല്ലാഹുവിൻ്റെ കരുണയുടെ വലിയ വാതിലുകൾ തുറന്നു വെച്ച് നമ്മളെ അല്ലാഹു ഒരുക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. പ്രവാചകരെ, ലോകാവസാനം വരെ വരാൻ പോകുന്ന സർവ്വ മനുഷ്യരോടും വിശ്വാസികളായ ആളുകളോട് മുഴുവനും നിങ്ങളിത് പറഞ്ഞു കൊടുക്കുക. ഞാൻ വിളിക്കുകയാണ് എൻ്റെ മക്കളെ, എൻ്റെ അടിമകളെ. ഒരു വാപ്പ തൻ്റെ മക്കളെ വിളിക്കുന്ന പോലെ അല്ലാഹു അവൻ്റെ സൃഷ്ടികളെ വിളിക്കുകയാണ്. മുഅ്മിനുകളെ, യാ ഇബാദി, يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله. സ്വന്തം ശരീരങ്ങളോട് അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്തു കൂട്ടിയ ആളുകളോട്, പടച്ചവൻ ചെയ്യണം എന്ന് പറഞ്ഞത് പലതും ചെയ്യാതെ മാറ്റിവെച്ചവരോട്, ആരാരും അറിയില്ലെന്ന് വിചാരിച്ചു ഒറ്റയ്ക്ക് തിന്മകൾ ചെയ്തു കൂട്ടിയവരോട്, ഇതുവരെ ഒരാളും അറിഞ്ഞിട്ടില്ലാത്ത, ഒരാളും കേട്ടിട്ടില്ലാത്ത വിധം നിങ്ങളുടെ സ്വകാര്യമായ പാപങ്ങൾ നിങ്ങളും പടച്ചവനുമല്ലാതെ മറ്റൊരാൾ അറിഞ്ഞിട്ടില്ലാത്തത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളും പടച്ചവനും മാത്രം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ പാതകങ്ങളെല്ലാം ഒരുപക്ഷെ എൻ്റെ ഉമ്മയോ ഉപ്പയോ എൻ്റെ ഭർത്താവോ എൻ്റെ മക്കളോ അറിഞ്ഞാൽ അവരെന്നെ ചവിട്ടി പുറത്താക്കുകയും നാണം കെടുത്തുകയും ചെയ്തേക്കാം. എൻ്റെ സമൂഹം അറിഞ്ഞാൽ അവരെന്നെ പുച്ഛിച്ചു തള്ളിയേക്കാം. അല്ലാഹു പറയുന്നുണ്ട്, എൻ്റെ ദാസരെ, ഈ ലോകത്ത് നിങ്ങൾ ചെയ്ത തിന്മകള്
ആരാരും അറിയാതെ ഞാൻ മറച്ചു വെച്ചതുപോലെ നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഞാൻ മറച്ചു വെച്ചു തരാം. നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യണം, പാപമോചനം ചോദിക്കണം.